കേന്ദ്രമന്ത്രിയും മന്ത്രിസഭയിലുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും കേരളത്തിൽ വരുമ്പോൾ ഇതിനെല്ലാം അധികാരം കേരള സംസ്ഥാന സർക്കാരിനുണ്ടെന്നും സംസ്ഥാന സർക്കാർ ആവശ്യമായതാണ് ചെയ്യുക എന്ന് പറയുകയും ചെയ്തു. ഈ സഭ തന്നെ ഐക്യകണ്ഠേന പ്രമേയത്തിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. രണ്ട് നയം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ രണ്ട് തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ ഗൂഢാലോചന വരെ നടന്നു എന്ന് ഈ ഘട്ടത്തിൽ ഇവിടെ പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് പറയുകയാണ്. 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ മാറ്റം വരുത്തണമെന്ന് ഈ സഭ തന്നെ ഐക്യകണ്ഠേന പ്രമേയത്തിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ ആവശ്യം ഈ പ്രമേയം പാസ്സാക്കുന്നതിന് മുമ്പും അതിനുശേഷവും പലവട്ടം നേരിട്ടും കത്ത് മുഖാന്തരവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അവർ അപ്രായോഗികമായ വ്യവസ്ഥകൾ അങ്ങനെ തന്നെ തുടരട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഏറ്റവും ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാനും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ കെ രാജനും കേന്ദ്രമന്ത്രിയെ നേരിട്ട് കണ്ട് കേരളം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. നിഷേധാത്മകമായ നിലപാട് എന്ന വാക്ക് കഠിനമാണെങ്കിൽ അത് ഞങ്ങൾക്ക് അവിടെ നിന്നും അനുഭവിക്കേണ്ടി വന്നു. അതുകൂടാതെ കേരള നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങൾ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയെ നേരിട്ട് ചെന്ന് സബ്ജക്ട് കമ്മിറ്റിയുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ അത് കണ്ടെത്തിയിട്ടുള്ള പ്രയാസങ്ങൾ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഇതിലെ പ്രധാനപ്പെട്ട ആവശ്യം കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനുള്ള ഒരു ഭേദഗതി നമുക്ക് ആവശ്യമാണ്. അങ്ങനെ വന്നാൽ ഈ പറയുന്നത് പോലുള്ള നടപടികളൊന്നും ഇല്ലാതെ തന്നെ കാട്ടുപന്നിയെ വെടിവെക്കാനും നാം സഭയിലെ പല അംഗങ്ങളും പരസ്യമായി എന്ന് ഞാൻ പറയുന്നില്ല, സംസാരത്തിൽ അതിൻ്റെ ഇറച്ചി ഭക്ഷിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് ശരിയായ വഴിയെന്ന് ഞാനും കരുതുകയാണ്. അതേപോലെ തന്നെയാണ് സർ, അതല്ല നല്ലതാണെന്ന് പറഞ്ഞാൽ നല്ലതാണെന്ന് പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. ഏറ്റവും മറ്റൊരു ഗുരുതരമായ അവസ്ഥ എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രിയും മന്ത്രിസഭയിലുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും കേരളത്തിൽ വരുമ്പോൾ ഇതിനെല്ലാം അധികാരം കേരള സംസ്ഥാന സർക്കാരിനുണ്ടെന്നും സംസ്ഥാന സർക്കാർ ആവശ്യമായതാണ് ചെയ്യുക എന്ന് പറയുകയും ചെയ്തു. ഞങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 കത്തുകൾ അയച്ചു. ഒന്ന്, മന്ത്രി എന്നുള്ള നിലയിൽ ഞാനും, അത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയോടാണ് ഞാൻ കത്തയച്ചത്. ഗവൺമെൻറ് എന്ന നിലക്ക് ക്യാബിനറ്റിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവിടുത്തെ സെക്രട്ടറിക്ക് കത്തയക്കുക. ഈ രണ്ടിനും 2 മറുപടിയാണ് സർ കിട്ടിയത്. കേന്ദ്രമന്ത്രി അധികാരമുണ്ട് എന്ന് പറയുകയും സെക്രട്ടറിയുടെ കത്തിൽ അധികാരമില്ല എന്ന് പറയുകയും ചെയ്യുന്ന 2 നയം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ 2 തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാർ വിരുദ്ധ മനോഭാവം വളർത്തുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ഗൂഢാലോചന വരെ നടന്നു എന്ന് ഈ ഘട്ടത്തിൽ ഇവിടെ പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് പറയുകയാണ്.